MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഷോർട്ട് സർക്യൂട്ട് അപകടത്തിന് ശേഷം ആശുപത്രിയിലുണ്ടായ 5 മരണങ്ങൾക്കും അപകടവുമായി യാതൊരു ബന്ധവുമില്ലെന്ന വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ഒരാൾ മുൻപ് തന്നെ മരിച്ചിരുന്നുവെന്നും മറ്റുള്ളവരുടെ നില അതീവ ഗുരുതരമായിരുന്നുവെന്നും ചിലർക്ക് വെന്റിലേറ്റർ സഹായം നൽകിയിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. പുക ശ്വസിച്ചാണ് രോഗികൾ മരിച്ചതെന്ന ആരോപണം ആശുപത്രി തള്ളി. 3ഓളം രോഗികൾ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മരിച്ചെന്നായിരുന്നു ടി സിദ്ദിഖ് MLA ആരോപണം. അത് ചർച്ചയായതിനെ തുടർന്നാണ് വിശദീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിനടുത്തുള്ള മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായ സംഭവത്തിൽ രോഗി മരിച്ചെന്ന ആരോപണവുമായി കൽപ്പറ്റ MLA ടി സിദ്ദിഖ്. 3 രോഗികൾ മരിച്ചെന്നാണ് MLA ആരോപണം. അതിലൊന്ന് വയനാട് സ്വദേശി നസീറ എന്ന യുവതിയാണെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്നും ഇവരെ മാറ്റുന്നതിനിടെയാണ് രോഗി മരിച്ചതെന്ന് സിദ്ദിഖ് ആരോപിച്ചു. എന്നാൽ MLA ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പൂർണ്ണമായി തള്ളി. അർജന്റീനയിലും ചിലിയിലും ഭൂചലനം 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. അർജന്റീനയിലെ ഉസ്വായയിൽ നിന്നും 219 കിലോമീറ്റർ തെക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തെ തുടർന്ന് ചിലിയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. ഭൂചലനത്തിന് പിന്നാലെ ചിലിയിലെ തീരമേഖലയായ മഗല്ലാനീസിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗല്ലാനീസിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കുവാൻ ജനങ്ങൾക്ക് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് നിർദ്ദേശം നൽകി. ആളപായമുണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് അധിനിവേശം നടത്തണമെന്ന വിവാദ പ്രസ്താവനയുമായി ഇടക്കാല സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും വിരമിച്ച മേജർ ജനറലുമായ ALM ഫസ്ലുർ റഹ്മാൻ. ഇതിനായി ചൈനയുടെ സഹായം കൂടി ആവശ്യപ്പെടണം എന്നാണ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ബംഗ്ലാദേശ് റൈഫിൾസ് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് മുൻ തലവനാണ് ഫസ്ലുർ റഹ്മാൻ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ. പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും IMF സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്നും കടപത്രം വഴിയാണ് 1000 കോടി രൂപ സമാഹരിക്കുവാൻ സർക്കാർ ഒരുങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് വായ്പ. ഒരാഴ്ച മുൻപ് സർക്കാർ 2000 കോടി രൂപ കടമെടുത്തിരുന്നു. മെയ് മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കുടിശ്ശിക ഗഡു കൂടി വിതരണം ചെയ്യും എന്നാണ് ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിനാണ് കടമെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം. കലാഖ് ജില്ലയിലെ മാങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് വിമതർ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. 100 കണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിന് നേരെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. ആയുധമേന്തിയ ബലൂച്ച് വിമതർ കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചു. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിലാണ് നടപടി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, മറിയം നവാസ്, ബിലാവൽ ഭൂട്ടോ എന്നിവരുൾപ്പെടെ നിരവധി പാക് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ പാക് ഗായകൻ ആതിഫ് അസ്ലമിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിനും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.